കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ AICC ജനറൽ സെക്രട്ടറിയെ തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ കളത്തിലിറക്കിയത്. KC വേണുഗോപാലിന്റെ കുത്തക മണ്ഡലം കൂടിയായിരുന്നു ആലപ്പുഴ. കഴിഞ്ഞ തവണ വേണുഗോപാൽ മാറി മറ്റൊരു സ്ഥാനാർത്ഥി വന്നപ്പോഴാണ് AM ആരിഫ് എന്ന കനൽ ഒരു തരി അവിടെ ഉദിച്ചുയർന്നത്. CPM-ന് ആശ്വാസ തീരമായി മാറിയ ആ കനൽ അവിടെ തുടരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് ആളിക്കത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. മാത്രമല്ല, ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ വലിയ വോട്ട് ശതമാനം പിടിച്ചിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഇത്തവണ അവിടെ നിർണായക ശക്തിയായി മാറുമെന്ന പ്രതീക്ഷയാണ് BJP വെച്ച് പുലർത്തുന്നത്. ശ്രീജിത്ത് ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ആലപ്പുഴയിലെ കണക്കുകളിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് ശ്രീജിത്തിനോട് ചോദിക്കാനുള്ളത് LDF-ന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് കൂട്ടൽ എന്താണ് എന്നുള്ളതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളുന്നു നേതാക്കളെല്ലാം തന്നെ പരിഹസിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. BJP അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അത് എക്സിറ്റ് പോളിൽ മാത്രമാണ് എന്നാണ് MP രാജേഷ് മന്ത്രി തന്നെ അല്പം മുൻപ് പറയുകയും ചെയ്തത്. 12 സീറ്റുകൾ എന്നൊരു പ്രതീക്ഷ പുലർത്തുന്നു. പക്ഷേ ഷുവർ സീറ്റായി എത്ര സീറ്റുകൾ എന്നതിലേക്ക് ചുരുക്കിയെത്തിയിട്ടുണ്ട് LDF? വിനിത, വോട്ടെടുപ്പിന് ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ബൂത്ത് തലം മുതൽ ശേഖരിച്ച കണക്കുകൾ അനുസരിച്ച് വിലയിരുത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് LDF-ന് 8 മുതൽ 12 വരെ സീറ്റുകൾ ലഭിക്കാമെന്നതാണ്. ആറ്റിങ്ങൽ, ഒപ്പം തന്നെ പത്തനംതിട്ട, മാവേലിക്കര, ഇടുക്കി, ചാലക്കുടി, തൃശൂർ, പാലക്കാട്, ആലത്തൂർ, വയനാട് ഒഴികെയുള്ള മറ്റ് വടക്കൻ മണ്ഡലങ്ങൾ, അതായത് കോഴിക്കോട്, കണ്ണൂർ, വടകര, കാസർഗോഡ്, ഇത്രയും മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുണ്ട് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. എന്നാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും 5 മുതൽ 6 സീറ്റുകൾ വരെ തങ്ങൾക്ക് ലഭിക്കാമെന്ന ഉറച്ച വിശ്വാസമാണ് ഈ തിരിച്ചടിയായിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന ശേഷവും CPM നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അതുകൊണ്ട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും കണക്കിലെടുത്താൽ പോലും 5-6 സീറ്റിൽ കുറയില്ല എന്ന വിശ്വാസമാണ് പൊതുവിൽ LDF-നുള്ളത്. എന്നാൽ എത്ര കിട്ടുമെന്ന കാര്യം കണ്ടു തന്നെ അറിയണം. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലൊന്നും 6 സീറ്റൊന്നും LDF-ന് പ്രവചിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ എക്സിറ്റ് പോളിന്റെ വിശ്വാസത്തിന്റെ ചോദ്യം ചെയ്യുന്ന വിമർശനങ്ങളാണ് LDF കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. അത് നേരത്തെ പിന്നെ സൂചിപ്പിച്ച പോലെ പരിഹാസങ്ങളുമായിട്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ CPM നേതാക്കൾ നേരിടുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ഇന്ന് രാവിലെ സംസാരിച്ചപ്പോഴും അദ്ദേഹവും പറഞ്ഞത് എന്തായാലും തങ്ങളുടെ വിലയിരുത്തൽ പ്രകാരമുള്ള സീറ്റ് കിട്ടും. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന ഉറച്ച വിശ്വാസമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് രാവിലെ പ്രകടിപ്പിച്ചത്. ഓക്കെ ശ്രീജിത്ത്, അപ്പോൾ ആലപ്പുഴയുടെ കാര്യത്തിലേക്ക് വന്നാൽ ശ്രീജിത്തിന്റെ സ്വന്തം സ്വദേശം കൂടിയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ KC വേണുഗോപാലിനേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിനെ സംബന്ധിച്ച് ലഭിക്കാനില്ല. അപ്പോൾ ഏറ്റവും മികച്ച തുറുപ്പ് ചീട്ടിനെ തന്നെ ഇറക്കിയിരിക്കുന്നു. മാത്രമല്ല, കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും സംഘടനാ ജനറൽ സെക്രട്ടറിയും ഒരു സംസ്ഥാനത്ത് തന്നെ മത്സരിച്ചു എന്ന അപൂർവത കൂടിയുണ്ട്. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ വിജയം ഉറപ്പിച്ചു പറയുന്ന കോൺഗ്രസിന്റെ വിജയപ്രതീക്ഷകളെ അട്ടിമറിക്കാൻ തരത്തിലുള്ള എന്തെങ്കിലും കണക്കുകൾ CPM-ന്റെ പക്കലുണ്ടോ? AM ആരിഫിന്റെ വിജയം അവർ ആവർത്തിക്കുമ്പോൾ അതിന് കണക്കുകളുടെ അടിത്തറയുണ്ടോ CPM-ന്? ബില്ലിൽ 14,83,000 വോട്ടുകളുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ ഇത്തവണത്തെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 5%, 6% കുറവാണ്. 75% പോളിംഗ് ആണ് ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവ് അടക്കമുള്ള കാര്യങ്ങൾ UDF-ന് ഒരു ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും KC വേണുഗോപാലിന്റെ വ്യക്തിപ്രഭാവത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ വിജയിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് UDF കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തുന്നത്. അതിന് യഥാർത്ഥ കാരണം KC വേണുഗോപാലിന് ആലപ്പുഴ മണ്ഡലവുമായുള്ള ദൃഢതരമായ ബന്ധവുമാണ്. 1996-ൽ ആലപ്പുഴ MLA ആയി ഈ തട്ടകം ആലപ്പുഴയിലേക്ക് മാറ്റിയ KC വേണുഗോപാൽ പിന്നീട് ഇങ്ങോട്ട് 9 തവണ MLA-യും 2 തവണ 10 കൊല്ലം MP-യുമായിരുന്നു. അങ്ങനെ ആലപ്പുഴയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നെത്തുന്ന വ്യക്തിബന്ധങ്ങളുള്ള KC വേണുഗോപാൽ വന്നതോടെയാണ് UDF ക്യാമ്പ് ഉണർന്നെണീറ്റെന്ന് പറയാം. അല്ലാതൊരു സ്ഥാനാർത്ഥി ഇവിടെ വന്നിരുന്നെങ്കിൽ UDF-ന്റെ നില വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് തരംതാണു പോകുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം തന്നെയാണ് ഈ ഇവിടെ വിജയിക്കുമെന്ന് UDF ക്യാമ്പ് കരുതാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ആലപ്പുഴ ഇടതുപക്ഷത്തെ എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഒരു ശരാശരി വിജയം നേടാൻ കഴിയുന്ന വോട്ട് ബാങ്ക് ഇവിടെയുള്ള സ്ഥലമാണ് LDF-ന് ആലപ്പുഴ. എന്നാൽ ഇവിടെ ഇത്തവണ ആലപ്പുഴയിൽ തങ്ങൾക്ക് സ്ഥിതി എത്ര അനുകൂലമാണെന്ന സംശയം LDF ക്യാമ്പുകളും പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം കൂടി വന്നപ്പോൾ ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ ഉണ്ടായത്. കഴിഞ്ഞ തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ BJP-ക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ 187,769 വോട്ടുകളാണ് ആലപ്പുഴയിൽ നേടിയത്. അതിനപ്പുറത്തേക്ക് കടന്നുള്ള ഒരു വോട്ട് നിലയിലേക്ക് ശോഭാ സുരേന്ദ്രൻ വന്നാൽ ഈ രണ്ട് മുന്നണികൾക്കും, അതായത് ഇടത് വലത് മുന്നണികൾക്കും ഒരുപോലെ ദോഷകരമായി മാറും എന്നും കണക്കുകൂടുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ നമുക്ക് അവസാനവട്ട കണക്കുകൂട്ടലടക്കം വരുമ്പോഴും KC വേണുഗോപാലിന് ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു എഡ്ജ് ഉണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
ശരി, KC വേണുഗോപാൽ തന്നെ ആലപ്പുഴയുടെ അമരത്തെത്തുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. ശ്രീജിത്ത് ആയിരുന്നു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി